ഇറാനെതിരായ ആക്രമണത്തിന്റെ ന്യായം എന്താണ്? യുദ്ധകാരണം എന്താണ്? ആ യുദ്ധകാരണം അമേരിക്ക പറയുന്നത് ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിച്ചേക്കും എന്നാണ്. ആണവായുധങ്ങൾ നിർമ്മിച്ചേക്കും. ആണവായുധങ്ങൾ ലോകസമാധാനത്തിന് ഭീഷണിയാണ്. അപ്പൊ അത് നിർമ്മിക്കാൻ ഇടയുണ്ട് എന്ന് അമേരിക്ക സംശയിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ആണവായുധ ശേഖരമുള്ള ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് മാത്രമല്ല, ലോകത്തിൽ ആദ്യമായി അവസാനമായും ഒരു സ്വതന്ത്ര രാജ്യത്തിനു മേൽ ആണവായുധ പ്രയോഗം നടത്തിയ ഏക രാജ്യമാണ് അമേരിക്ക. അമേരിക്കയല്ലാതെ ഇന്നോളം ഒരു രാജ്യം മനുഷ്യരാശിക്ക് മേൽ ആണവായുധ പ്രയോഗം നടത്തിയിട്ടില്ല. എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. 945 ആഗസ്റ്റ് മാസം 6ഉം 9ഉം. ഇനി എന്തിനായിരുന്നു ആ ആണവായുധ പ്രയോഗം? സാധാരണ ചിലർ പറയാറുണ്ട്, യുദ്ധം എല്ലാ ക്രൂരതകളെയും സാധൂകരിക്കും. യുദ്ധത്തിന്റെ ഒരു പ്രത്യേകത ഏതാണ്? ലോകത്തിലേതൊരു രാജ്യത്തും ഒരു മനുഷ്യൻ മറ്റൊരാളെ കൊലപ്പെടുത്തിയാൽ, കൊന്നാൽ, ആ രാജ്യത്തെ ഏറ്റവും വലിയ ശിക്ഷ അതിനാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെയും ഏറ്റവും വലിയ കുറ്റകൃത്യം അത് കൊലപാതകമാണ്. എന്നാൽ കൊലപാതകം കുറ്റകൃത്യമല്ലാതെയായി മാറുന്ന ഒരു അന്തരീക്ഷമാണ് യുദ്ധത്തിൻ്റെത്. ഏറ്റവും കൂടുതൽ ആളുകളെ കൊല്ലാനാണ് യുദ്ധത്തിൽ ഏർപ്പെടുന്ന ശക്തികൾ പരിശ്രമിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ ക്രൂരതകളെയും സാധൂകരിക്കുന്നതാണ് യുദ്ധം എന്ന് പറയും. എങ്കിലും എന്തിനായിരുന്നു ആണവായുധം പ്രയോഗിച്ചത്? രണ്ടാം ലോക യുദ്ധത്തിന്റെ ഭാഗമായി എന്നൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. സത്യത്തിലാണോ? രണ്ടാം ലോക യുദ്ധം സത്യത്തിൽ 945 ആദ്യത്തോടെ ഏറെക്കുറെ അവസാനിച്ചു. 945 ഏപ്രിൽ മാസം 28-ാം തീയതിയാണ് ഇറ്റലിയിൽ മുസോളിനി കൊല്ലപ്പെടുന്നത്. ജനക്കൂട്ടം മുസോളിനിയെ അടിച്ചു കൊന്നു. മിലാനിൽ മുസോളിനിയുടെ മൃതശരീരം കെട്ടിത്തൂക്കി. ഞാൻ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അച്ചുതണ്ട് ശക്തികളുടെ നെടുംതൂണായിരുന്നു ഇറ്റലി. ഫാസിസത്തിന്റെ പ്രതിപുരുഷനായി അറിയപ്പെടുന്ന മുസോളിനി കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ രണ്ടാം ലോക യുദ്ധത്തിന്റെ കഥ കഴിഞ്ഞു എന്ന് തന്നെയാണ് അർത്ഥം. മുസോളിനി കൊല്ലപ്പെട്ടു, ഇറ്റലി വീണു. 2 നാൾ പിന്നിട്ടപ്പോഴേക്ക് തന്റെ കൊട്ടാരത്തിലും ചുറ്റികയും അരിവാളും ആലേഖനം ചെയ്ത ചെമ്പതാക റഷ്യൻ ഗാർഡുകൾ ഉയർത്തുന്ന കാഴ്ച കണ്ട് ഇനി പിടിച്ചു നിൽക്കാനാവില്ല എന്ന് ബോധ്യം വന്നപ്പോഴാണ് തന്റെ കാമുകിയെയും വളർത്തുനായെയും കൊന്ന ശേഷം ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തത്. 945 ഏപ്രിൽ 30 മുസോളിനി കൊല്ലപ്പെട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. ഇറ്റലിയും ജർമ്മനിയും വീണു. നാസിപ്പടയും ഫാസിസ്റ്റുകളും തോറ്റു. പിന്നെന്ത് രണ്ടാം ലോക യുദ്ധം? പിന്നെ രണ്ടാം ലോക യുദ്ധത്തിന്റെ ഒരു അനുരണനം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഇറ്റലി വീണ, ജർമ്മനി വീണ, ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്ത, മുസോളിനി കൊല്ലപ്പെട്ട ആ ഒരു സാഹചര്യത്തിൽ പിന്നെ യുദ്ധത്തിനൊരു പ്രസക്തിയുമില്ല ഒരർത്ഥത്തിൽ. ചിലയിടങ്ങളിൽ ചില ദുർബലമായ സൈനിക നടപടികളോ പ്രതിരോധങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. ഇതെല്ലാം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക അണുബോംബ് വർഷിക്കുന്നത്. ഒരു നിമിഷാർത്ഥത്തിൽ 10,000-ങ്ങൾ വെന്തുവെണ്ണീറായി. ലോക ചരിത്രത്തിൽ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടത് അവിടെയാണ്, ഹിരോഷിമയിലും നാഗസാക്കിയിലും. സത്യത്തിൽ എന്തിനായിരുന്നു അത്? ഹിറ്റ്ലർ വീണപ്പോ റഷ്യൻ റെഡ് ഗാർഡുകളാണ് ഹിറ്റ്ലറുടെ നാസിപ്പടയോട് ഇഞ്ചോടിഞ്ചും പൊരുതി കീഴടക്കിയത്. ഹിറ്റ്ലർ മുട്ടുമടക്കിയത്, വീണത് സോവിയറ്റ് യൂണിയന്റെ മുന്നിലാണ്, സോവിയറ്റ് ചെമ്പടയുടെ മുന്നിലാണ്, സ്റ്റാലിന്റെ മുന്നിലാണ്. അപ്പൊ ലോകമെമ്പാടും റഷ്യൻ ചെമ്പടയുടെ യുദ്ധവീര്യം, അവരുടെ ത്യാഗസന്നദ്ധത, സോവിയറ്റ് യൂണിയന്റെ കരുത്ത്, സോവിയറ്റ് യൂണിയനെ രണ്ടാം ലോക യുദ്ധത്തിൽ നയിച്ച സ്റ്റാലിന്റെ കരുത്ത്, അത് ലോകമെമ്പാടും ആദരിക്കപ്പെടുന്ന നില വന്നു. രണ്ടാം ലോക യുദ്ധത്തിൽ സോവിയറ്റ് യൂണിയന്റെ വിജയം എന്ന നിലയിൽ ലോകമെമ്പാടും തിരിച്ചറിയുന്ന നില വന്നു. അപ്പോ
ലോകരാഷ്ട്രീയത്തിന്റെ തന്നെ മേൽക്കൈ സ്റ്റാലിനും സോവിയറ്റ് യൂണിയനും കൈവന്നാലോ എന്ന ഘട്ടം വന്നപ്പോഴാണ് അമേരിക്ക മേനി നടിക്കുന്നതിനു വേണ്ടി, ആളാകാൻ വേണ്ടി, ഹിറ്റ്ലറുമായി നേരിട്ട് ഏറ്റുമുട്ടാനോ തോൽപ്പിക്കാനോ ഒന്നും ഞങ്ങളുടെ സൈന്യത്തിന് അവസരം വന്നില്ലെങ്കിലും ഞങ്ങളും മോശക്കാരല്ല, ഞങ്ങളുടെ കയ്യിൽ ഇന്നോളം മാനവരാശി കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ മാരക പ്രഹരശേഷിയുള്ള ആയുധമുണ്ട്, ആണവായുധമുണ്ട്, ഞങ്ങളുടെ കയ്യിൽ ഈ സാധനമുണ്ട് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനാണ്, ലോകരാജ്യങ്ങളെ പേടിപ്പിക്കാനാണ്, ഞങ്ങളാണ് ചാമ്പ്യന്മാർ എന്ന് വരുത്തി തീർക്കാനാണ്. അതിനുവേണ്ടിയാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും 10,000-കണക്കിന് മനുഷ്യർ പൊലിഞ്ഞു വീണത്. ആ കൊടും ക്രൂരതയ്ക്ക് നേതൃത്വം കൊടുത്ത, ഇന്നും ലോകത്തെ മുഴുവൻ ഭസ്മമാക്കി കളയാൻ ആവശ്യമായത്ര ആണവായുധ ശേഖരമുള്ള, ലോകത്തിൽ 100 സൈനിക താവളങ്ങളുള്ള ആ അമേരിക്കയാണ് ഇറാൻ ആണവായുധം ഉണ്ടാക്കിയേക്കും എന്ന് പറഞ്ഞിട്ട് ആക്രമണം നടത്തുന്നത്. ഇനി അങ്ങനെയാണെങ്കിലോ 10 കൊല്ലം മുമ്പ് ബറാക്ക് ഒബാമ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അമേരിക്കയും റഷ്യയും ചൈനയും ജർമ്മനിയും ഇറാനും ചേർന്ന് ഒപ്പുവെച്ച ഒരു കരാറുണ്ട്. ആ കരാറിലെ മുഖ്യ വ്യവസ്ഥ ആണവായുധം നിർമ്മിക്കില്ല എന്നത്. അവിടെ പ്രശ്നം കഴിഞ്ഞതാണ്. ഇനി ട്രംപിന് അതും വിശ്വാസമില്ലെങ്കിൽ ഈ കഴിഞ്ഞ കൊല്ലം ജൂൺ മാസത്തിൽ 2025 ഇറാന് നേരെ അമേരിക്ക ആക്രമണം നടത്തി. നിങ്ങളുടെ കുറെ പേരുടെയെങ്കിലും ഓർമ്മയിൽ അതുണ്ടാവും. കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിന്നു, പിന്നീട് അത് അവസാനിച്ചുകൊണ്ട് ട്രംപ് പറഞ്ഞത് എന്താണ്? ഇറാന്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ ഞങ്ങൾ തകർത്തല്ലോ, പിന്നെ ഭീഷണിയില്ലല്ലോ, തകർത്തു എന്നാണ് പറഞ്ഞത് കഴിഞ്ഞ കൊല്ലം. ഇനി അതും പോരെങ്കിലോ, ഈ കഴിഞ്ഞ മാസം അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ട് ചർച്ച, മധ്യസ്ഥൻ ഒമാൻ, മസ്കറ്റിലും ജനീവയിലും വെച്ച് ഇറാനും അമേരിക്കയും തമ്മിൽ നേരിട്ട് ചർച്ച. ആ ചർച്ചയുടെ ഭാഗമായി രമ്യമായ തീരുമാനത്തിലെത്തിയ വിവരം ഇറാന്റെ വിദേശകാര്യമന്ത്രി 2 ആഴ്ച മുമ്പ് ഫെബ്രുവരി മാസം 27-ാം തീയതി കനേഡിയൻ ടെലിവിഷൻ ചാനലിലൂടെ ലോകത്തോട് പറഞ്ഞു. വളരെ ആഹ്ലാദത്തോടെ, ആശ്വാസത്തോടെ, പ്രതിസന്ധി നീങ്ങിയിരിക്കുന്നു, അമേരിക്കയും ഇറാനും തമ്മിൽ നടന്ന ചർച്ചകൾ ഫലപ്രദം, രമ്യമായി പര്യവസാനിച്ചു, സമ്പുഷ്ടീകൃത യുറേനിയം ഇറാൻ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമേ, ഊർജ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കൂ. അത് പരിശോധിച്ച് ഉറപ്പുവരുത്താൻ അന്താരാഷ്ട്ര സംഘത്തിന് എപ്പോൾ വേണമെങ്കിലും ഇറാനിൽ കടന്നു ചെന്ന് പരിശോധന നടത്തുകയും ചെയ്യാം. അതുകൊണ്ട് ശാശ്വതമായ സമാധാനത്തിന്റെ വാതിൽ തുറന്നു എന്നാണ്. ഫെബ്രുവരി 27-ന് കനേഡിയൻ ടെലിവിഷൻ ചാനലിൽ ഒമാന്റെ വിദേശകാര്യമന്ത്രി മധ്യസ്ഥത വഹിച്ചയാൾ പറഞ്ഞ ഈ കാര്യം ലോകത്തിലെ വിവിധ മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്യുന്നതിന് തൊട്ടു മുൻപ് ഇറാനിലെ അമേരിക്കയുടെ ആക്രമണം ആരംഭിച്ചു. അതാണ് ഉണ്ടായത്. എന്തൊരു വഞ്ചനയാണെന്ന് നിങ്ങൾ ആലോചിച്ചു, എന്തൊരു കൊടും പാതകമാണ്. ചർച്ച ചെയ്ത എല്ലാ കാര്യത്തിലും തീർപ്പായി എന്ന് മധ്യസ്ഥൻ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ അമേരിക്ക ആക്രമണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ആ ആക്രമണം ഇപ്പോഴും തുടരുകയാണ്.